ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അർജൻറ്റ് ഇൻഫർമേഷന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് പെട്ടുപോയ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയുവാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അത് ബൈ മിസ്റ്റേക്ക്ലി ആണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ലോണിൻ്റെ ട്രാപ്പിൽ വീണിട്ടുണ്ട്. അതായത് വ്യാജ ലോൺ ആപ്പ് എന്ന പേരിൽ ഒരുപാട് പേര് ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ട് അടയ്ക്കാതിരുന്നിട്ടുണ്ട്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാണുകയാണെങ്കിൽ, കാരണം ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇത് സൂചിപ്പിച്ചിരുന്നു, ഓക്കെ, പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ല തോന്നുന്നു. ഞാൻ അത് ഒരിക്കൽ കൂടി പറയുകയാണ്. ഇവർ ലോൺ വളരെ സാധാരണ NBFC അപേക്ഷിച്ച് ഒരുവിധം സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോൺ തരും. ഒരു 5000 മുതൽ ഒരു 25 രൂപ വരെ ലോൺ തരും, അത് ഓക്കെ. പക്ഷേ നമ്മളിപ്പോൾ ഒരു പുതിയൊരാൾ വന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റർഫേസ്, അതായത് നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം കഴിവതും സൂക്ഷിച്ചെടുക്കുക. നല്ല ഇൻട്രസ്റ്റ് ആണ്, അധികം സമയം തരില്ലവർ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ആ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ നോക്കുമ്പോൾ അവരുടെ കസ്റ്റമർ കെയർ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. +91 124 692 0540. അതിൻ്റെ താഴെ വേറെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് നോർമലി എന്താ പറയുന്നത്, ഇത് വ്യാജ ആപ്ലിക്കേഷനാണ്, നെറ്റ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, നമ്മളെന്താ പറയുന്നത് വ്യാജ ലോൺ ആപ്ലിക്കേഷനാണ്, അത് നെറ്റ് നമ്പറാണ്, അപ്പോൾ അടയ്ക്കേണ്ട, മെയിൽ ID എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ വ്യാജ ലോൺ ആപ്പിൽ ഇങ്ങനെ കൊടുത്തിരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സുഹൃത്ത് എന്താ പറയുന്നത് ലോൺ അടയ്ക്കാതെ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിബിൽ സ്കോർ വളരെ 90 ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. എന്താ പറയുന്നത്, ഇത് അദ്ദേഹം മൊബൈൽ യൂസ് ചെയ്യാതിരുന്നു, സിം നമ്പർ മാറ്റി വെച്ചിരുന്നു. പിന്നെ സിബിൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയതാണ്. ഇവരുടെ ആ ഒരു ഫിനാൻസിൻ്റെ പേര് SDN അങ്ങനെ എന്തോണ്, SDN ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. സിബിൽ സ്കോർ നല്ല രീതിയിൽ ഡൗൺ ആയി. കാരണം ഇവർ ഏകദേശം 1000 മുതൽ 40,000 രൂപ വരെ ലോൺ തരും. ഓക്കെ, നല്ല ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. 5 മിനിറ്റിൽ തന്നെ നമുക്ക് ലോൺ നമ്മുടെ അക്കൗണ്ടിൽ ലഭിക്കും. അപ്പോൾ ഇത് കണ്ടാൽ വ്യാജനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇത് പ്ലേ സ്റ്റോറിലും ഈ ഒരു ആപ്പ് ഇല്ല. ക്രെഡിറ്റോ 24 എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നോക്കാം. ഇവിടെ ക്രെഡിറ്റോ 24 എന്നൊരു ആപ്പ് കാണുവാനേ ഇല്ല. കണ്ടോ, ഇത് നേരെ നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡായി കിട്ടുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചു ഭീകരമായ ഒരു എന്താ പറയുക പലിശയും കാര്യങ്ങളുമാണ്. അധികം ദിവസവും തരില്ല. ഞാൻ 30,000 നോക്കിയപ്പോൾ അതിൽ അവർ കാണിച്ചിരിക്കുന്നത് ഒരു മാസമാണ് കാണിച്ചിരിക്കുന്നത്. അതെന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, ഞാനത് എടുക്കില്ല. ഓക്കെ, മുമ്പ് എടുത്തിരുന്നു, 6000 രൂപ എടുത്തിട്ട് 7000 രൂപ അടച്ചിരുന്നു, 7000 സംതിങ്ങയുടെ പലിശ ഉൾപ്പെടെ അടച്ചിരുന്നു. ഇനി അത് എടുക്കില്ല. ഇതൊരു സന്തോഷ വാർത്തയുള്ളത്, നമ്മുടെ ഒരു FD ഇട്ടിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നൊരു ഓപ്ഷൻ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് നന്ദി പറഞ്ഞു. കാരണം നമ്മുടെ സിബിൽ സ്കോർ 1 മാസത്തിനുള്ളിൽ ഇത്രയും കൂടി, എനിക്ക് ലോൺ കിട്ടി, അല്ലെങ്കിൽ അടുത്ത മാസം കിട്ടും, അങ്ങനെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം അത് കേട്ടതിൽ. അതായത് നിങ്ങൾ 5000 രൂപ മുതൽ അതിന് മുകളിലോട്ടുള്ള FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്കത് നമ്മളെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ 4500 വരെ നിങ്ങൾക്ക് സ്കാൻ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് buy 1 get 1 ഓഫർ, ക്രെഡിറ്റ് കാർഡിൻ്റെ അതേ ഓഫർ നിങ്ങൾക്ക് പൈസ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ 500 രൂപ എടുക്കാൻ പറ്റില്ല. കാരണം 90% നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5000-ന് 90% എന്ന് പറയുമ്പോൾ 4500 രൂപ. നമ്മൾ സാധാരണ ക്രെഡിറ്റ് കാർഡ് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ അങ്ങോട്ട് പൈസ ഇട്ട് മാത്രം ചെയ്യുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ അതിൽ ഓൾറെഡി പൈസ കാണുമല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. സിബിൽ സ്കോർ എന്തെങ്കിലും കുറഞ്ഞു, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ലോൺ ആവശ്യമായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒന്നാണ്. 750+ വരെ അവർ കൂട്ടുന്ന ഓപ്ഷനുണ്ട്. നിങ്ങൾ വെറുതെ വേറെ ഉടായ്പിലൊന്നും പോയി ചാടരുത്. ഈ സിബിൽ സ്കോർ കൂട്ടാനെന്ന് പറഞ്ഞ കുറച്ച് ടീമുകൾ അറിയാമല്ലോ, ഓരോ സീസണിലും ഓരോ തരത്തിലാണ് ആൾക്കാരെ പറ്റിക്കുന്നത്. ഒരു പറ്റിപ്പിലും ചെന്ന് ചാടരുത്. ഇപ്പോൾ നമ്മൾ മുമ്പ് വാർത്തകൾ കേട്ടല്ലോ, ഡിജിറ്റൽ അറസ്റ്റ്, അങ്ങനെ ഓരോന്ന് എന്താ പറയുക, നമ്മളൊരു സാധാരണ പറയുന്നത് ഒരു ഡിജിറ്റൽ തട്ടിപ്പായിട്ട് മാറുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ. എല്ലാവിധമായ ഡിജിറ്റൽ ഫെസിലിറ്റിയും AI വഴി നമ്മുടെ ആൾക്കാരുടെ മുഖം അതുപോലെ കാണിച്ചിട്ട് പൈസ കടം ചോദിക്കുക, അതൊക്കെ നമ്മൾ മുമ്പ് വായിച്ച് കാണാം. അപ്പോൾ നിങ്ങൾ അതിലൊന്നും ചെന്ന് ചാടരുത് കേട്ടോ. ഇനി ഈ ചാനൽ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റ്ലി എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലോൺ ആപ്പ് കൊണ്ടോ വേറെ എന്തെങ്കിലും നേരിടുന്നെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഞാനത് തീർച്ചയായിട്ടും കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ ലിങ്കിൻ്റെ, അതായത് FD ഇട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അതൊന്നുമില്ല, ഞാൻ ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പേരും മൊബൈൽ നമ്പറും കൊടുക്കുക, കണ്ടിന്യൂ ഓപ്ഷൻ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നേരെ ആപ്പ് സ്റ്റോറിൽ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം. സെറ്റ് ബിൽഡ് സിബിൽ സ്കോർ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് അലോ പ്രസ് ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടർ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ OTP കൊടുത്ത് പ്രസ് ചെയ്യാം. ഇതിൽ പിന്നെ ഇൻകം പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല. അപ്ലൈ ചെയ്യുന്ന 100 പേർക്കും കിട്ടും. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ആധാർ കാർഡും പാൻ കാർഡും, അത് പാൻ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് എന്താ പറയുക ബന്ധിപ്പിച്ചായിരിക്കണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.